നാടിന് ഞെട്ടലുണ്ടാക്കുന്ന അടുത്ത കൊലപാതക വാർത്തയിലാണ് നമ്മൾ നിൽക്കുന്നത്. പാലക്കാട് നെന്മാറയിൽ കൊലക്കേസ് പ്രതി അമ്മയെയും മകനെയും വെട്ടിക്കൊന്നുവെന്നാണ് വാർത്ത. പോത്തുണ്ടി സ്വദേശികളാണ് മരിച്ചത്. മീനാക്ഷി, മകൻ സുധാകരൻ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. 2019 സുധാകരന്റെ ഭാര്യയെ കൊലപ്പെടുത്തിയ ചെന്താമരയാണ് കൃത്യം നടത്തിയത്. ഈ കേസിൽ പരോളിൽ ഇറങ്ങിയാണ് പ്രതി വീണ്ടും കൊലപാതകം നടത്തിയത്. വിവരങ്ങളുമായി നിഖിൽ പരമേശ്വരൻ. നിഖിൽ, അന്ന് ഈ സുധാകരന്റെ ഭാര്യ സജിതയെ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തി. ഇതിനുശേഷം അയാൾ ജയിലിൽ പോകുന്നു. ജയിലിൽ പോയി പരോളിറങ്ങുന്നു. പരോളിറങ്ങി വന്നതിന് ശേഷം സുധാകരനെയും അമ്മയെയും വെട്ടിക്കൊലപ്പെടുത്തുന്നു. ഏതാണ്ട് സമാനമായ രീതിയിൽ തന്നെ നാട് വലിയ ഞെട്ടലാണ്. നിഖിൽ, സംഭവത്തെപ്പറ്റി പോലീസ് പറയുന്നത് എന്താണ്? അശ്മി, 2019 അടുത്ത വീട്ടുകാർ തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് സുധാകരന്റെ ഭാര്യ സജിതയെ ചെന്താമര കൊലപ്പെടുത്തിയിരുന്നു. ഈ കേസിന്റെ വിചാരണ അടുത്ത മാസം തുടങ്ങാനിരിക്കെയാണ് ചെന്താമര പരോളിലിറങ്ങി ഇപ്പോൾ ഈ കുറ്റകൃത്യം നടത്തിയിട്ടുള്ളത്, നിഷ്കരണമായിട്ടുള്ള ഈ കൊലപാതകം നടത്തിയിട്ടുള്ളത്. ആലത്തൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇപ്പോൾ സ്ഥലത്തെത്തി വിശദാംശങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടുപേർക്കാണ് ഇപ്പോൾ ജീവൻ നഷ്ടമായിട്ടുള്ളത്, അമ്മയും മകനും. അതായത് പാലക്കാട് പോത്തുണ്ടി സ്വദേശിയായിട്ടുള്ള സുധാകരൻ 58 വയസ്സാണ് അദ്ദേഹത്തിന്. മാതാവ് മീനാക്ഷി 76 വയസ്സുള്ള മീനാക്ഷി. അങ്ങനെ രണ്ടുപേരെയാണ് ഇപ്പോൾ കൊലപ്പെടുത്തിയത്. ഇരുവരെയും ആക്രമിച്ച ശേഷം രക്ഷപ്പെട്ട ചെന്താമരയെ പിടികൂടാൻ വേണ്ടി നെന്മാറ പോലീസ് അന്വേഷണം വിപുലമാക്കിയിട്ടുണ്ട്. 2019 നടന്ന ഈ ക്രൂര കൊലപാതകത്തിൽ സജിതയെ കൊലപ്പെടുത്തിയ കേസിലെ വിചാരണ അടുത്ത മാസം ആരംഭിക്കാനിരിക്കുകയാണ്. ആ വിചാരണ ആരംഭിക്കാനിരിക്കുന്നതിനിടയിലാണ് പ്രതി പരോളിൽ ഇറങ്ങി ഇപ്പോൾ ഈ ക്രൂരകൃത്യം കൂടി നിർവഹിച്ചിട്ടുള്ളത്. എന്തായാലും ഇയാളെ പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ഇപ്പോൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. കുറ്റകൃത്യം നടത്തിയതിനു ശേഷം അവിടെ നിന്ന് പ്രതി കടന്നു കളയുകയായിരുന്നു എന്നുള്ളതാണ് അയൽവാസികളൊക്കെ പറയുന്ന കാര്യം. അവിടെ നിന്ന് ഇപ്പോൾ കടന്നു കളയുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, ഇയാളെ പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇതിനോടകം തന്നെ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഹാഷ്മി, ഈ 5 വർഷമൊക്കെ ഇത്ര നാളും ജയിലിൽ കിടന്നു, പരോളിറങ്ങിയതിനു ശേഷം ഒരു കൊലയ്ക്ക് പകരം 2 കൊലപാതകം നടത്താനും മാത്രം ഇയാളുടെ പകയുടെ കാരണം എന്താണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്? നിഖിൽ, അത്ര അധികം പക ഈ പ്രതി ഉള്ളിൽ സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രദേശവാസികൾക്കെല്ലാം തന്നെ വളരെ കൃത്യമായി അറിയാം ഇത്തരത്തിൽ ഒരു പകയുണ്ട്, ഇയാളുടെ മനസ്സിൽ ഇത്തരത്തിലുള്ള പകയുണ്ടായിരുന്നു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ഈ പ്രകോപനം, ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി, ആഴ്ചകളായി എന്നാണ് പറയുന്നത്. ഇന്നിപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഒരു ക്രൂരകൃത്യം നിർവഹിക്കാനുള്ള കാരണം എന്തായിരുന്നു എന്നുള്ള കാര്യത്തിൽ വ്യക്തത കൈവന്നിട്ടില്ല. എന്തായാലും ഈ പ്രതിക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം ഇതിനോടകം തന്നെ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. കുറ്റകൃത്യം നടത്തിയതിനു ശേഷം അവിടെ നിന്ന് കടന്നു കളഞ്ഞു, ഈ സ്ഥലത്ത് നിന്ന് കടന്നു കളഞ്ഞ നിഖിൽ, ഇയാളാണെങ്കിൽ ഇയാൾ ഈ 2019 ഭാര്യ സജിതയെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം അടുത്തുള്ള മലനിരകളിലേക്ക് ഓടിക്കയറി ഇയാൾ കാട്ടിലായിരുന്നു. പിന്നെ അന്വേഷണ സംഘം തിരഞ്ഞിട്ട് കിട്ടിയിരുന്നില്ല. പിന്നെ ഇയാൾ അന്വേഷണ സംഘം പോയി എന്ന് കരുതി രാത്രി ഇറങ്ങുമ്പോൾ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പഴയ ചില റിപ്പോർട്ടുകൾ വായിക്കുകയായിരുന്നു ഞാൻ. നിഖിൽ, സമാനമായ രീതിയിൽ ഇതിനടുത്ത് അങ്ങനെ ഒളിച്ചിരിക്കാനും തക്ക മലനിരകളൊക്കെയാണെന്ന് തോന്നുന്നു ആ ഏരിയ, അല്ലേ നിഖിൽ? അത്തരത്തിലുള്ള ഒരു വനപ്രദേശത്തോട് ചേർന്നിട്ടുള്ള ഒരു മേഖലയിലാണ് ഇവരുടെ വീട്, ഇവരുടെ കോളനിയൊക്കെ സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ളതാണ്, കുറ്റകൃത്യം നടത്തിയ ശേഷം ഈ പ്രതി അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ആലത്തൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം തന്നെ ഇപ്പോൾ ഇവരുടെ വീടിന്റെ പരിസരത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അവിടെ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇയാൾ രക്ഷപ്പെട്ടെങ്കിൽ എത്രയും വേഗം ഇയാളെ പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ഈ മകന് മാത്രമാണ് മരിച്ചിരുന്നത്, അതായത് സംഭവ സ്ഥലത്ത് വെച്ച് സുധാകരൻ മാത്രമാണ് മരിച്ചിരുന്നത്. പിന്നീട് അമ്മയെ കൂടി പരിക്കേറ്റതിന്റെ പശ്ചാത്തലത്തിൽ അവരെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായാലും രണ്ടുപേരുടെയും മരണം നെന്മാറ താലൂക്ക് ആശുപത്രിയിൽ വെച്ച് സ്ഥിരീകരിക്കുകയായിരുന്നു. എന്തായാലും അങ്ങേയറ്റം ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവം. നേരത്തെ ആഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കുടുംബത്തിലെ 3 പേരെ നിഷ്കരുണം ഒരേ ആൾ കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് ഇപ്പോൾ പാലക്കാട് നെന്മാറയിൽ. ഒരു പ്രതി ഒരു കുറ്റകൃത്യം നടത്തിയ ശേഷം ജയിലിൽ പോകുന്നു, വർഷങ്ങളോളം ആ പ്രതികാര ബുദ്ധി മനസ്സിൽ സൂക്ഷിക്കുന്നു, ഇയാൾക്ക് പരോൾ ലഭിക്കുന്നു, തിരികെ നാട്ടിലെത്തി ദിവസങ്ങൾ പൂർത്തിയാകും മുൻപ് മറ്റൊരു കൊലപാതകം, മറ്റ് 2 കൊലപാതകങ്ങൾ കൂടി നടത്തി ഈ പ്രതി ഇപ്പോൾ ഇതിൽ കുറേയധികം. ഇപ്പൊ ഞാൻ പറയുന്നത് ഒരു പ്രതിയുടെ അവകാശമാണ് പരോൾ, ഒരു പ്രതിയുടെ അവകാശമാണ് ജാമ്യം എന്നൊക്കെ പറയുമ്പോൾ പോലും ഇയാൾ പരോളിറങ്ങി വരുന്നത് ഈ വീട്ടിലേക്ക് തന്നെയാണ്. ആ വീട്ടിൽ ഇയാൾ കൊലപ്പെടുത്തിയ ആളുടെ ഭർത്താവും അയാളുടെ സുധാകരൻ അമ്മയും താമസിക്കുന്ന വീടാണ്. ആ വീടിനടുത്തേക്ക് തന്നെയാണ് ഇയാൾ വരുന്നത്. ഈ പറയുന്ന ഒരു പോസിബിലിറ്റി ഉണ്ട് എന്നൊക്കെ ആലോചന സാധാരണഗതിയിൽ ഉണ്ടാവേണ്ടതാണ്. പരോൾ കിട്ടിയതിലൊക്കെ എന്തായാലും സജീവമായ ചോദ്യങ്ങൾ വരും മണിക്കൂറുകൾ ഉണ്ടാകുമെന്നാരും ഉറപ്പാണ്. ഇതൊന്നും ആലോചിച്ച് നോക്കണം. 2019 ഇയാൾ ഈ സുധാകരൻ്റെ ഭാര്യ സജിതയെ വെട്ടിക്കൊലപ്പെടുത്തുന്നു. ഇയാൾ അയൽവാസിയാണ്. അപ്പോൾ ഇയാളുടെ ഭാര്യയും ഈ പറയുന്ന ആളുടെ ഭാര്യയും മക്കളൊക്കെ പിണങ്ങി പോവോ, എന്തോ സംഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എന്തൊക്കെയോ ഈ അയൽത്തർക്കങ്ങൾ ഉണ്ടാവില്ല. അയൽത്തർക്കങ്ങളിൽ ആദ്യം സജിത എന്ന് പറയുന്ന വലിയ 35 വയസ്സ് മാത്രം പ്രായമുള്ള സജിതയെ അന്ന് വെട്ടിക്കൊന്നു. 2019 5 വർഷങ്ങൾക്കിപ്പുറം ഇയാൾ ജാമ്യത്തിലിറങ്ങുന്നു. ആ കേസിൽ വിചാരണ തുടങ്ങാനിരിക്കുകയാണ്. ജാമ്യത്തിലിറങ്ങി അതേ വീട്ടിൽ തന്നെ താമസിക്കുന്ന, ഏത് വീട്ടിലിട്ടാണോ
ഭാര്യയെ വെട്ടിക്കൊന്നത് അതേ വീട്ടിലിട്ട് ആ, ആ, മകനെയും അമ്മയും കൂടി എന്ന് പറഞ്ഞാൽ സുധാകരൻ്റെ അമ്മ മീനാക്ഷിയെയും കൂടി വെട്ടിക്കൊലപ്പെടുത്തുന്ന അങ്ങേയറ്റം അസാധാരണമായി നമ്മൾ ഈ ഒരുപാട് കൂട്ടക്കൊലപാതകങ്ങളൊക്കെ അടുത്ത് കേട്ടതെങ്കിലും ഇത്തരത്തിൽ പക കാത്തു സൂക്ഷിച്ച് ജയിലിൽ നിന്ന് ഇറങ്ങി ഒരു കൊലക്കേസ് പ്രതി ഇരട്ടക്കൊലപാതകം നടത്തുക എന്നുള്ള അസാധാരണത്വം അടുത്ത കാലം നമ്മൾ കേട്ടിട്ടില്ല.